മൂവാറ്റുപുഴയിൽ കല്ലൂർക്കാട് എസ്ഐയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളും ഒളിവിൽ. പ്രതികളുടെ 3 സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, ഈ കേസിനാസ്പദമായ സംഭവം എന്നാണ് നടന്നത്? ഈ സുഹൃത്തുക്കൾക്ക് എസ്ഐയോടുള്ള വിരോധം എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെയാണ് മൂവാറ്റുപുഴ കദളിക്കാട് വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം നടന്നത്. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ്ഐ മുഹമ്മദ് ഇഎമ്മിന് നേരെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഈ വാഹനത്തിന് നേരെ കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താതെ ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച് പോവുകയായിരുന്നു. ശരീരത്തിലൂടെ കാലിലൂടെയും വാഹനം കയറ്റി ഇറക്കിയാണ് പോയത്. ഈ കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഇവർ 2 പേരും ഒളിവിൽ പോയി എന്ന വിവരം ലഭിക്കുന്നത്. ഇവർ 2 പേരും തൊടുപുഴ ാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരുടെ 3 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ജില്ല വിട്ടുപോയി എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ എസ്ഐ മുഹമ്മദ് പറയുന്ന അനുസരിച്ച് വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നിയപ്പോഴാണ് ഈ യുവാക്കളോട് കാർ നിർത്താൻ പറഞ്ഞത്. പക്ഷേ ഇവർ കാർ നിർത്താൻ തയ്യാറായില്ല. ഈ പ്രതികളെ കണ്ടാൽ തിരിച്ച് അറിയാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ 2 പ്രതികൾക്കെതിരെയും വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ ഇദ്ദേഹത്തിന്റെ ഈ പരിക്കേറ്റ എസ്ഐ മുഹമ്മദിന്റെ ശസ്ത്രക്രിയയും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുകയും ചെയ്യും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഈ ലഹരി മരുന്ന് മാഫിയയിലെ സംഘങ്ങളാണ് ഇവർ 2 പേരുമെന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയത് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നും അതിന് അനുസരിച്ചുള്ള ചില മൊഴികൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്.